ഹലോ. ഇന്നത്തെ ക്ലാസ്സിൽ ഗോൾഡ് ഇറ്റിഎഫ്സ് ആൻഡ് സോവറിംഗ് ഗോൾഡ് ബോൺഡ്സ് അതാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കവർ ചെയ്യുക ഗോൾഡ് ഇറ്റിഎഫ് എന്താണ്, സോവറിംഗ് ഗോൾഡ് ബോൺഡ്സ് എന്താണ്, അതേപോലെ ഫിസിക്കൽ ഗോൾഡും ഇറ്റിഎഫും സോവറിംഗ് ഗോൾഡ് ബോൺഡ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ്ലി ഗോൾഡ് ഇറ്റിഎഫ്. ഇറ്റിഎഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ട്രേഡ് ചെയ്യുക. ഇത് നമുക്ക് വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബൈങ്ങിങ് സെല്ലിംഗ് ഒക്കെ നടക്കണമെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് വേണം. അതിനാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഈ ഗോൾഡ് ഇറ്റിഎഫ് എന്ന് പറഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടാറ്റ ആയാലും നിപ്പോൺ ആയാലും സെറോദ ആയാലും ധ്രുവ ആയാലും അങ്ങനത്തെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറ്റിഎഫ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ 99.5% പ്യുവർ ഗോൾഡ് അതിൻ്റെ ബേസിൽ ഒരു ഇൻഡെക്സ് ഫിഗറാണ് പറയാ. ഒരു യൂണിറ്റ് ഓഫ് ഗോൾഡ് ഇറ്റിഎഫിന് ഇത്ര വില എന്നാണ് ഓരോരുത്തരും പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലിക്വിഡിറ്റി ഹൈ ആണ്. കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ബൈ ആൻഡ് സെൽ ഡ്യൂറിങ് മാർക്കറ്റ് അവേഴ്സ്, മീൻസ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആണ് മാർക്കറ്റ് അവേഴ്സ്. നിങ്ങൾക്ക് അറിയാലോ, ആ സമയത്ത് നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നോ സ്റ്റോറേജ് റിസ്ക് ആണ്. ഇതിന് സാധാരണ ഗോൾഡ് പോലെ ലോക്കർ വേണമെന്നില്ല, ഫിസിക്കൽ ഗോൾഡ് പോലെ ലോക്കർ വേണമെന്നില്ല. ഈ തെഫ്റ്റ് കള്ളന്മാർ വന്നത് കട്ട് കൊണ്ടുപോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. പ്യൂരിറ്റി കൺസേൺസ് ഒന്നുമില്ല. ഈ ചില ഗോൾഡ്സ് നമ്മൾ പഠിച്ചു നോക്കിയാൽ ചിലപ്പം ഉള്ളിൽ ഒറിജിനൽ പ്യൂർ ഗോൾഡ് തന്നെ ആണെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും ആവശ്യമില്ല ഗോൾഡ് ഇറ്റിഎഫ് ആണ്. പ്രൈസിങ് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ആവും. ഡയറക്ട്ലി ലിങ്ക് ടു മാർക്കറ്റ് ഗോൾഡ് പ്രൈസ് ആണ്. മാർക്കറ്റിൽ ഗോൾഡ് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഇറ്റിഎഫിൻ്റെ പ്രൈസ് കൂടും, കുറയുന്നതനുസരിച്ച് ഇത് കുറയും. ലോ കോസ്റ്റ് ആണ്. ഈ പണിക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യില്ല, അതൊന്നും ഇതിലുണ്ടാവില്ല. ചെറിയൊരു ബ്രോക്കറേജ് ഫീ ഉണ്ടാവും. അത് നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിലൂടെയാണ് ഇപ്പോൾ വാങ്ങി വയ്ക്കുകയും ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ്. ഇതിൽ ഓർഗനൈസേഷനിൽ കൂടിയാണ് വാങ്ങി വിളിക്കുകയും ചെയ്യുന്നത് വെച്ചാൽ അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അജയ് ഇൻവെസ്റ്റ് ₹5,000 ഇൻ ഗോൾഡ് ഇറ്റിഎഫ് സെറോദ എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് ചെയ്യുക. He can sell any time during market hours at the prevailing gold price. Prevailing gold പ്രൈസിനനുസരിച്ചിട്ട് അയാൾക്ക് തോന്നുകയാണ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് മാർക്കറ്റ് ഹവേഴ്സിൽ വിൽക്കുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം. മാർക്കറ്റ് ഹവേഴ്സ് നിങ്ങൾക്ക് അറിയാം, മൺഡേ ടു ഫ്രൈഡേ 9:30 to 3:30 അങ്ങനെയാണ് നോർമൽ മാർക്കറ്റ് ഹവേഴ്സ് ഉണ്ടാവുക. ചില ദിവസങ്ങൾ ഡിപ്പെൻസ്. ഇതിന് തീരെ റിസ്ക് കുറവാണ് ഗോൾഡ് ഇറ്റിഎഫ്. റിസ്ക് കുറയാനുള്ള കാരണങ്ങൾ ഇവിടെ പറഞ്ഞാൽ സ്റ്റോറേജ് റിസ്ക് ഇല്ല, ലിക്വിഡിറ്റി ഇത് നന്നായിട്ട് ലോ കോസ്റ്റ് ആണ്, അതുകൊണ്ടൊക്കെ റിസ്ക് തീരെ കുറവാണ്. ഗോൾഡ് ഇറ്റിഎഫ് ആണ് വാങ്ങുന്നത്. ഫിസിക്കൽ ഗോൾഡിന് പകരം ഗോൾഡ് ഇറ്റിഎഫ് ആണ് ചൂസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ്. രണ്ടാമത്താണ് സോവറിംഗ് ഗോൾഡ് ബോണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ്. RBI വഴിയാണ് ഗവൺമെൻറ് ഇത് ഇഷ്യൂ ചെയ്യണേ. ആ സെക്യൂരിറ്റീൻ്റെ വാല്യൂ ഗോൾഡിൻ്റെ ഗ്രാംസിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഇൻവെസ്റ്റേഴ്സിന് ഈ സെക്യൂരിറ്റി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. 8 കൊല്ലം കഴിഞ്ഞിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വാല്യൂ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ 5 years കഴിഞ്ഞാലും നമുക്ക് ഈ ബോണ്ട് തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് ഇങ്ങോട്ടേക്ക് വാങ്ങും. ഈ ബോണ്ട് നമ്മൾ കയ്യിൽ ഉള്ളിടത്തോളം കാലം, ഇപ്പോൾ 8 കൊല്ലമാണെങ്കിൽ എത്രയാണോ ഗോൾഡിൻ്റെ വില അതിനനുസരിച്ച് കൂടുന്നതനുസരിച്ച് നമ്മളെ ഈ ബോണ്ടിൻ്റെ വാല്യൂ അത്ര കൂടിക്കൊണ്ടിരിക്കും. പുറമെ 2.5% ഫിക്സഡ് ആയിട്ടൊരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉണ്ടല്ലേ, നമ്മൾക്ക് ഇപ്പം ഒരു 10,000 മീൻസ് ഈ എക്സാമ്പിൾ ആണല്ലേ, ദിവ്യ ബൈസ് 10 gram SG സോവറിൻ ഗോൾഡ് ബോൺസ് അറ്റ് 6,000 per gram. 10 gram വാങ്ങി 6,000 per gram ഉള്ളപ്പോൾ മീൻസ് 60,000 ആ കുട്ടി ഇൻവെസ്റ്റ് ചെയ്തത്. ഷീ ഏൺസ് ₹1,500 per year ഇൻ ഇൻട്രസ്റ്റ്.
ഒരു കുട്ടിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാ വർഷവും 1500 രൂപ കിട്ടുകയും ചെയ്യും. അറ്റ് മെച്യൂരിറ്റി ഗോൾഡ് ഈസ് 9000 പെർ ഗ്രാം. അതായത് കുട്ടി തിരിച്ചെടുക്കുമ്പോൾ മീൻസ് ഇത് 8 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കുട്ടി ഈ ബോണ്ട് തിരിച്ച് ഗവൺമെന്റിന് കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കുമ്പോൾ ഗോൾഡിന്റെ വില എത്ര ഉണ്ടാവും? 90,000 ഉണ്ടാവും. 60,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് 90,000 30,000 ലാഭം കിട്ടി. ഈ 30,000 ലാഭം കിട്ടിയ ഇൻകത്തിന്റെ മുകളിൽ ഈ കുട്ടി ടാക്സ് എടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ അവരും 60,000 ഇൻവെസ്റ്റ് ചെയ്തിട്ട് എല്ലാ കൊല്ലവും 1,500 ഇൻട്രസ്റ്റും കിട്ടും. അതിന് പുറമെ ഇതിന്റെ ഗോൾഡിന്റെ വില കൂടുന്നതനുസരിച്ചിട്ട് ആ വില അങ്ങനെ ബോണ്ടിന് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. എലിജിബിലിറ്റി ഇൻഡിവിജ്വൽസ്, ഹിന്ദു, അൺഡിവൈഡ് ഫാമിലി, ട്രസ്റ്റ്, യൂണിവേഴ്സിറ്റി, ചാരിറ്റി മീൻസ് ആർക്കൊക്കെ ഇത് ചെയ്യാം എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ സിലബസിൽ അത്യാവശ്യമല്ല. പിന്നെ ഇൻട്രസ്റ്റ് പേ സെമി ആനുവലി എന്ന് വെച്ചാൽ 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് 2% ഇൻട്രസ്റ്റ് ഇല്ലേ അത് കിട്ടിക്കൊണ്ടിരിക്കുക ബോണ്ടുള്ള ആൾക്ക്. ഇത്രയൊക്കെയാണ് സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ പ്രത്യേകത. 10 ഇയർ 8 വർഷമാണ് ലോക്ക് ഇൻ പീരീഡ്. വേണമെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? റിഡ്യൂസ് ചെയ്യാം. നോർമലി 8 വർഷം കഴിഞ്ഞാലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു തരിക. അത്യാവശ്യം ഉണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാലും ഇൻട്രസ്റ്റ് 2.5 സെമി ആനുവലി, അതായത് 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ്. ആണ് സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ പ്രത്യേകത. ഇനി നമുക്ക് നോക്കാനുള്ളത് മീൻസ് ഫിസിക്കൽ ഗോൾഡ്. സാധാരണ നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന ഗോൾഡും ഗോൾഡ് ETF-ഉം സോവറിൻ ഗോൾഡ് ബോണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് വൺ സ്റ്റോറേജ് ആണ്. ഫിസിക്കൽ ഗോൾഡ് ആണ് നിങ്ങൾക്ക് അറിയാം, ലോക്കർ വേണം. നമ്മളെ വീട്ടിലാണെങ്കിൽ ആഹാരയിലൊക്കെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആഹാരമൊക്കെ പേടിച്ച് പുറത്തു പോകുമ്പോൾ പല പല സ്ഥലത്തൊക്കെ ഒളിപ്പിച്ചൊക്കെ വെക്കും അല്ലേ. ഗോൾഡ് ETF-ന് ആ പേടി കാണേണ്ട ആവശ്യമില്ല. സോവറിൻ ഗോൾഡ് ബോണ്ടിനും ആ പേടി ആവശ്യമില്ല. സ്റ്റോറേജ് ചെയ്യേണ്ട സ്ഥലം അങ്ങനെയൊന്നും നോക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോണിക്കലി നമുക്ക് നമ്മുടെ ബോണ്ട് സേവ് ചെയ്യാൻ പറ്റും. പ്യൂരിറ്റി റിസ്ക്, റിസ്ക് ഓഫ് ഇംപ്യൂരിറ്റി മീൻസ് ഇത് ശരിക്കുള്ള ഗോൾഡ് ആണോ അല്ലേ എന്നപ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് നോക്കിയിട്ടും തട്ടാൻ്റെ അടുത്ത് പോയിട്ടൊക്കെ കൺഫേം ചെയ്യാനൊക്കെ വരും. ചില ജ്വല്ലറികൾ പറ്റിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പേടി ഉണ്ടാവും. പക്ഷേ ഗോൾഡ് ETF-ൽ ആ പേടിയില്ല. 99.5% പ്യുവർ ആയ ഗോൾഡ് മാത്രമേ ഗോൾഡ് ETF-ൽ ഉണ്ടാവുള്ളൂ. സോവറിൻ ഗോൾഡ് ബോണ്ട് ഗവൺമെന്റ് ബാക്ക്ഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഗ്യാരണ്ടി ഉണ്ട്. ഗവൺമെന്റ് നമ്മളെ പറ്റിക്കില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി. ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് നമുക്ക് പെട്ടെന്ന് വിൽക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഗോൾഡ് ETF ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ വിൽക്കാൻ പറ്റും. സോവറിൻ ഗോൾഡ് ബോണ്ടിന്റെ കേസിൽ 5 വർഷം കഴിഞ്ഞാൽ നമുക്കിത് വിൽക്കാൻ പറ്റും. ബോണ്ട് നമ്മളെ കയ്യിൽ മിനിമം 5 കൊല്ലെങ്കിലും വെച്ചിട്ട് വിൽക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് കാശ് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ കാശ് തിരിച്ചു കിട്ടില്ല. ഇനി മേക്കിംഗ് ചാർജസ്, പണിക്കൂലി. സ്വർണത്തിന് നിങ്ങൾക്ക് അറിയാലോ, പണിക്കൂലി ഭയങ്കര കൂടുതലാണ്. ഗോൾഡ് ETF-ന് സ്വർണം അല്ല, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്, വാല്യൂ ആണ്. പണിക്കൂലി ഇല്ല. ബോണ്ടിനും പണിക്കൂലി ഇല്ല. ആനുവൽ ഇൻട്രസ്റ്റ് ഇവിടെ ഫിസിക്കൽ ഗോൾഡിനും കിട്ടില്ല, ETF-നും കിട്ടില്ല. സോവറിൻ ഗോൾഡ് ബോണ്ടിന് 2.5% ഇൻട്രസ്റ്റ് കിട്ടും. ടാക്സ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഗോൾഡ് വിറ്റിട്ട് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ എന്നാ പറയാം. അത് ടാക്സബിൾ ആണ്, ടാക്സ് അടയ്ക്കണം. ഗോൾഡ് ETF ആണെങ്കിലും അത് വിറ്റിട്ട് കിട്ടുന്ന വരുമാനത്തിന് ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയാം. LTCG എന്ന് പറഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, STCG എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഇതിന് രണ്ടിനും ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അതിന് നമ്മൾ ടാക്സ് അടയ്ക്കണം, ഫിസിക്കൽ ഗോൾഡിനും ETF. പക്ഷേ സോവറിൻ ഗോൾഡ് ബോണ്ടിന് മെച്യൂരിറ്റി സമയത്താണല്ലോ തിരിച്ചു കിട്ടാം. അതായത് 5 വർഷം അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞ് ആ സമയത്ത് കിട്ടുന്ന വാല്യൂക്ക് നമുക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ഇന്നത്തെ ക്ലാസ്. ഓക്കെ സാർ.